നമസ്കാരം. തൃശ്ശൂരിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിൽ BJP 59,000-ന് മുകളിൽ വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. ഈ സമയത്ത് ഇരിഞ്ഞാലക്കുടയിൽ BJPയെ നയിച്ച കൃപേഷ് ചെമ്മണ്ട, BJPയുടെ മണ്ഡലം പ്രസിഡന്റ്, നമ്മോടൊപ്പം ചേരുകയാണ്. സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ അദ്ദേഹം തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത്? മാനമുട്ട പ്രതീക്ഷയാണ് ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാനാവിധ ആളുകളും സുരേഷ് ചേട്ടനെ സ്വീകരിക്കാൻ വേണ്ടി തൃശ്ശൂരിലെത്തുന്ന അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ശുഭപ്രതീക്ഷയാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ ഈ വരവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ ക്രൈസ്തവർ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് താങ്കളുടെ മണ്ഡലം ഇരിഞ്ഞാലക്കുട. അവിടെ ഇത്രത്തോളം BJPക്ക് സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളുടെ നിലപാടാണോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമാണോ? ഒരുപക്ഷെ തുടരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് കടന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയ ആശയങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു സമീപനം, എല്ലാവർക്കും ഗുണം കിട്ടുന്ന ജനങ്ങളെ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം ടൈമിൽ ഉണ്ടായിരുന്നത്. അത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന ജില്ലാ അധ്യക്ഷനടക്കം സംസ്ഥാന അധ്യക്ഷനടക്കം ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് അവർ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മത സാമുദായിക സംഘടനകൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ, പിന്തുണകൾ എല്ലാം തുല്യമായി ലഭിക്കുന്നുണ്ട് എന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ വിജയമാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഏട്ടന് ഇരിങ്ങാലക്കുടയിലും നമ്മുടെ തൃശ്ശൂരിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോ കരുവന്നൂർ വിഷയത്തിൽ താങ്കൾ ഇതിന് വലിയ രീതിയിൽ നേതൃത്വം നൽകിയ ഒരാളാണ്. സുരേഷ് ഗോപി ഇതിനൊരു പരിഹാരം കൃത്യമായിട്ട് കാണുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈടി പിടിച്ചെടുത്ത തുകയിൽ നിന്നും നിയമോപദേശം തേടിയതിനു ശേഷം അത് അർഹരായവർക്ക് തിരിച്ചു നൽകുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സാറും ഈ സമരം ഏറ്റെടുക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, പാവങ്ങളുടെ പണം കൊടുക്കണമെന്നേ ഇരിക്കുള്ളൂ, പണം അവർ കൊടുക്കൂ, ഞാൻ ഈ സമരവും പെട്ടിയും പടവും മുടക്കി തിരിച്ചു പോകാമെന്ന് ആ സമരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ക്രിയാത്മകമായ ഒരു സമീപനം കരുവന്നൂരിലെ സഹകാരികളോടും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളോടും ബഹുമാനപ്പെട്ട നമ്മുടെ തൃശ്ശൂരിന്റെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല, പൊതുജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിരവധി വോട്ടുകൾ, 41% വോട്ടാണ് കരുവന്നൂർ ബാങ്കിന്റെ ചുറ്റുവട്ടത്തുമുള്ള 19 ബൂത്തുകളിൽ നിന്നായി അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗുണം തീർച്ചയായിട്ടും സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും ലഭിക്കും. ഇപ്പോ ഇന്ന് മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നുള്ളത്. എന്താണ് അങ്ങനെ ഒരു കുറ്റസമ്മതമാണോ? മുരളീധരനുള്ള മറുപടി അദ്ദേഹത്തിന്റെ സഹോദരി തന്നെ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്തായാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ അവർ കാണിക്കുന്ന നീരസം അല്ലെങ്കിൽ അവരുടെ മനോവിഷമമാണ് അവർ ഇപ്പോൾ ഹൃദയത്തിൽ തട്ടി പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ടല്ല അല്ലെങ്കിലും BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തീർച്ചയായിട്ടും കോൺഗ്രസ് നാമാവശേഷമാവുന്ന ഒരു സമീപനമായിരിക്കും ഉണ്ടാവുക. നമസ്കാരം. തൃശ്ശൂരിലെ മഹിളാ മോർച്ചയുടെ ഒരു കാര്യകർത്താവാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, ഇപ്പോ BJPയുടെ വിജയം, അതിന് ഉപരിയായിട്ട് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി കൂടിയായിരിക്കും, എത്രത്തോളം പ്രതീക്ഷകളുണ്ട്? വളരെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. അദ്ദേഹം അത് ചെയ്യും. ഇപ്പൊ പല മന്ത്രിമാരും ആയി, നമുക്ക് ഒന്നും കാര്യമൊന്നുമില്ല. ഗാന്ധി പ്രതിമയുടെ അടിയിൽ പോയിരിക്കാനും അങ്ങനെ കുറെ മന്ത്രിമാരെ നമ്മൾ കണ്ടു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തില് കൃത്യനിർവഹണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു തന്റെ ഇടമുള്ള ഒരു വ്യക്തി. ഇന്ന് നമ്മുടെ മുരളീധരൻ ഒരു കുറ്റസമ്മതം നടത്തിയ പോലെ പ്രസ്താവന നടത്തിയിരുന്നു. സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങളത് തിരിച്ചറിയാൻ വൈകി എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രസ്താവന നടത്തി. ഏത് രീതിയിൽ കാണുന്നത്? അതൊരു നല്ല ഉദ്ദേശമാണോ എന്ന് കുറച്ചുള്ളിലത്തെ ഒരു സ്വാർത്ഥത കൊണ്ട് പറയുന്നത് സന്തോഷം കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. സന്തോഷം കൊണ്ടാണെങ്കിൽ വളരെ അഭിമാനം തോന്നുന്നു. അദ്ദേഹത്തിന്റെ മുരളീധരനെ കുറിച്ച് അഭിമാനം തോന്നുന്നു. മഹിളാ മോർച്ചയുടെ പ്രവർത്തനത്തിൽ എത്രത്തോളം സംതൃപ്തി ഉണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത്? സംതൃപ്തിയെക്കാളും നല്ല ടെൻഷനായിരുന്നു. പല കോൾ സെന്ററിൽ പല പ്രതികരണങ്ങളും തെറിവിളി വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പക്ഷേ
അഭിമാനത്തോടു കൂടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നല്ലൊരു ഇലക്ഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു അതിനെ പ്രതികരിക്കാനോ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെറിവിളി കേൾക്കാനുണ്ടായ കാരണം എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ഈ തെറി വിളിച്ചിരുന്നത്? അതിപ്പോ പല പാർട്ടിക്കാരെയും പല സ്ഥലത്തേക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അവര് ഇപ്പോ നമ്മള് മോദി സർക്കാരിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു 2000 രൂപ തരുന്നത് കൊണ്ട് മാത്രമാണോ ഞങ്ങൾ അനുകൂലിക്കേണ്ടത്? അതിനാണോ ഞങ്ങൾ മോദിജിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? അങ്ങനെ വരെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവരോടൊക്കെ ഏത് തരത്തിലുള്ള മറുപടി ഞാൻ കൊടുത്തിരുന്നു? നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് എന്ത് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹം ഇത്രയും വർഷം 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് നല്ലത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന ജനങ്ങളിൽ തന്നെയാണ് ഇത്തരം നല്ല പ്രതികരണം കേട്ടേണ്ടി വന്നത്. തെറിവിളി നടത്തിയ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ എന്തെങ്കിലും നിന്നിരുന്നു? പലവരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ ചിലവരൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് മാർക്സിസ്റ്റുകാർ തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ കണ്ണൂർ ജില്ലയിലുള്ളവരെ തന്നെ അത് മുസ്ലിംസ് വളരെ ഭംഗിയിൽ അതിനെ അനുകൂലിച്ച് നമുക്ക് സപ്പോർട്ടായി പിന്നീട് സംസാരിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രഷർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? വേണ്ടി വന്നിട്ടുണ്ട്. ഒരു 5-6 മാസത്തോളം ഞങ്ങൾക്ക് കോൾ സെന്റർ വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. വോട്ട് ചേർക്കൽ എങ്ങനെയായിരുന്നു? വോട്ട് ചേർക്കലിൽ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. വളരെ നന്ദി ചേച്ചി, ഈ സമയത്ത് പ്രതികരിച്ചു. നമസ്കാരം. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ മഹിളാ മോർച്ച നടത്തിയ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് ഉപകാരപ്രദമായി എന്നുള്ളത് വോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലക്ഷന് 6 മാസം മുന്നാണ് 2 ലക്ഷത്തോളം വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തൃശ്ശൂർ നഗരത്തിൽ തന്നെ നടന്നത്. അവിടെ പങ്കെടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനീയനായിട്ടുള്ള നരേന്ദ്രമോദി. ഇതെല്ലാമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് സ്ത്രീ ജനങ്ങളുടെ വോട്ടിനെ ആകർഷിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഒരുക്കിയതെന്നുള്ള തർക്കമില്ല. തൃശ്ശൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.